വർഷിപ്പ് ജിനിമോൾ ആൻഡ് ടീം. ജിനിമോൾ കേൾക്കാൻ വേണ്ടി 1 മിനിറ്റ് ഞങ്ങൾ ദൈവനാമത്തെ അല്പസമയം നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടക് നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, ദിശ കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, ദിശ കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നിന്നെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. ബലവാനവൻ നിന്നെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ കൃഷിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ കൃഷിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. ആമീൻ. വളരെ അനുഗ്രഹീതമായ നിലയിൽ നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാൻ സാധിച്ചു. തകസമയത്ത് വർഷിപ്പൊക്കെ ലീഡ് ചെയ്ത സിസ്റ്റർ ജിൻസിമോൾ ആൻഡ് ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും ദൈവത്തിനായി പാടി മഹത്വപ്പെടുത്താൻ സ്തുതിക്കുവാൻ ദൈവം ഇനിയും അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് കഴിഞ്ഞ തവണ നടന്ന അടുത്തതായിട്ട് വെൽക്കം സ്പീച്ച് ആണ്. അതിനായിട്ട് നമ്മുടെ യൂത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ ജേക്കബ് പാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എല്ലാ മാസവും ഒന്നിടവിട്ടുള്ള തിങ്കളാഴ്ചകളിൽ നടത്തപ്പെടുന്ന യൂത്ത് മീറ്റിംഗ് അനുഗ്രഹമായ നിലയിൽ സർവശക്തനായ ദൈവം മുൻപോട്ട് നയിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഇന്നത്തെ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന സിസ്റ്റർ യാൻ ടി ഐസിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് ചെയർമാൻ ആയിരിക്കുന്ന തോമസ് ചെറിയാനങ്ങളെ കുട്ടിയാൻ്റെ കുടുംബത്തെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ബിനു ഐസക് ബ്രദറുണ്ട്, ബിനു മാത്യു ബ്രദറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് മീറ്റിംഗിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബീന സിസ്റ്ററെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഓരോ ദൈവമക്കളെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാണികളായി കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെയും പേരുപേരായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആരെങ്കിലും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉള്ളതിനാൽ സർവശക്തനായ ദൈവത്തെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ വിരമിക്കുന്നു. താങ്ക് യു സ്റ്റീഫൻ പാസ്റ്റർ.
സ്വാഗതം ആശംസിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് നമ്മുടെ യൂത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ പാസ്റ്ററെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് കഴിഞ്ഞ തവണ നടന്ന യൂത്തിന്റെ മീറ്റിംഗ് റിപ്പോർട്ട് വായനയ്ക്കായി സെക്രട്ടറി ബീന KJ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഈ രാത്രി ഇങ്ങനെ ഒരു നല്ല സമയം നൽകിയ ദൈവത്തിനാദ്യമായി നന്ദി സമർപ്പിക്കുന്നു. കൂടാതെ TAP യൂത്ത് ഫൗണ്ടർ ആൻഡ് ചെയർപേഴ്സൺ, ഡയറക്ടർ ആൻഡ് റെസ്പെക്ടഡ് തോമസ് ചെറിയാൻ അങ്കിൾ ആൻഡ് ആൻഡി ഫാമിലി, നമ്മുടെ സെക്രട്ടറി ആയിരിക്കുന്ന സണ്ണി മത്തായി പാസ്റ്റർ ആൻഡ് ജനറൽ ജോയിന്റ് സെക്രട്ടറി ജോസഫ് ചാക്കോ പാസ്റ്റർ, നമ്മുടെ യൂത്ത് വൈസ് പ്രസിഡന്റ് ഇവാഞ്ചലിക്കൽ റെസ്പെക്ടഡ് സ്റ്റീവൻ ജേക്കബ് പാസ്റ്റർ, ആൻഡ് സൂമിൽ നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും വളരെ ഭംഗിയായി എഡിറ്റ് ചെയ്തിരുന്ന നമ്മുടെ പോൾ ബ്രദർ, അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന മറ്റ് എല്ലാ ശ്രേഷ്ഠ ദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരങ്ങൾക്കും വീണ്ടും വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ ദൗത്യം കഴിഞ്ഞ പ്രാവശ്യത്തെ TAP യൂത്ത് റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണല്ലോ, അതിലേക്ക് ഞാൻ കടക്കുന്നു. കഴിഞ്ഞ 29/1/2024 TAP ന്യൂ ഭാരവാഹികളുടെ 12ാമത്തെ യൂത്ത് ഫെലോഷിപ്പ് രാത്രി 8 മണിയോടുകൂടി പാസ്റ്റർ സ്റ്റീവൻ ജേക്കബ് അവர்கள் പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ചു. ബ്രദർ അൽവിൻ മാത്യുവിന്റെ അധ്യക്ഷതയിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. തുടർന്ന് ജിനിമോൾ ആൻഡ് പാർട്ടി മനോഹരമായ വർഷിപ്പ് നടത്തുകയും സിസ്റ്റർ ജാനറ്റ് ജെയ്സൺ വെൽക്കം സ്പീച്ച് നടത്തുകയും ചെയ്തു. ശേഷം സിസ്റ്റർ സ്മിത അവിനാഷ് ബൈബിൾ റീഡിംഗ് നടത്തുകയും അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യത്തെ യൂത്ത് റിപ്പോർട്ട് അവതരണമായിരുന്നു, അത് സെക്രട്ടറി അവതരിപ്പിക്കുകയും റിപ്പോർട്ട് മറ്റു ഭേദഗതികളൊന്നും തന്നെ ഇല്ലാതെ സിസ്റ്റർ സ്മിത അവിനാഷ് പാസ്സാക്കുകയും സിസ്റ്റർ ജമീമ സണ്ണി പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് ഒരു സോളോ സോങ് പ്രിസ്കില്ല ആലപിക്കുകയും ശേഷം ഒരു ചെറുകഥ പ്രിസിസ് വളരെ മനോഹരമായി അവതരിപ്പിച്ചു. നന്മയും തിന്മയും ആയിരുന്നു ആ ചെറുകഥയിലെ അവതരണ വിഷയം. തുടർന്ന് സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. സിസ്റ്റർ ലീലാമണി കുസൃത ചോദ്യങ്ങളുമായി എത്തി എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ഇതിൽ പോയിന്റുകൾ കരസ്ഥമാക്കിയവർ സിസ്റ്റർ ലത ഷാജി 1 പോയിന്റ്, സിസ്റ്റർ സിനി ബാബു 1 പോയിന്റ്, സ്നേഹ 1 പോയിന്റ്, ബ്രദർ അൽവിൻ 1 പോയിന്റ്, സിസ്റ്റർ ജാനറ്റ് 2 പോയിന്റ്, കിസ് മാസ്റ്റർ 4 പോയിന്റുകൾ നേടി 1ാം സ്ഥാനത്തെത്തി. അടുത്തതായി ഒരു ആക്ഷൻ സോങ് പ്രിസിസ് ആൻഡ് ഗ്രൂപ്പ് മനോഹരമായി നടത്തുകയും തുടർന്ന് സിസ്റ്റർ ജാൻസി NJ ബൈബിൾ ക്വിസ് നടത്തുകയും ഇതിൽ പോയിന്റിൽ നേടിയവർ സ്റ്റീവൻ പാസ്റ്റർ 3 പോയിന്റ്, ജാനറ്റ് ജെയ്സൺ 3 പോയിന്റ്, ബീന 1.5 പോയിന്റ്, ക്വിസ് മാസ്റ്റർ 1.5 പോയിന്റ്, സിസ്റ്റർ ലത 1 പോയിന്റ്, ഹന്ന S ബെന്നി 1 പോയിന്റ്. അങ്ങനെ 2 പോയിന്റുകൾ. ഫസ്റ്റ് പ്രൈസ് 2 പോയിന്റ്, സെക്കൻഡ് പ്രൈസ് 2 പോയിന്റ്, തേർഡ് പ്രൈസ് 2 പോയിന്റുകൾ നേടുകയും ചെയ്തു. തുടർന്ന് ഒരു ഗ്രൂപ്പ് സോങ് ആയിരുന്നു, മനോഹരമായ ഒരു ഇംഗ്ലീഷ് സോങ് അക്സാമോൾ ആൻഡ് ഗ്രൂപ്പ് അവതരിപ്പിച്ചു. ശേഷം ജനറൽ ക്വസ്റ്റ്യൻസ് പ്രോഗ്രാം ആയിരുന്നു, സിസ്റ്റർ ബീന അവതരിപ്പിച്ചു. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്ത് എല്ലാവരും തന്നെ നന്നായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അടുത്ത ഒരു ഗ്രൂപ്പ് സോങ് സ്നേഹ ആൻഡ് ഗ്രൂപ്പ് ആലപിച്ചു. ശേഷം വോട്ട് ഓഫ് താങ്ക്സ് ഇവാഞ്ചലിക്കൽ TAP യൂത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റീവൻ ജേക്കബ് അവர்கள் അറിയിക്കുകയും സ്റ്റീവൻ ജേക്കബ് പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് ആശീർവദിച്ചുകൊണ്ട് അന്നത്തെ നമ്മുടെ പ്രോഗ്രാമുകൾ അവസാനിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുവാനുണ്ടെങ്കിൽ എല്ലാവരുടെയും മുൻപാകെ ദൈവ സമക്ഷത്തിൽ ഞാൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ജാനറ്റ് ജെയ്സന്റെ മുൻപാകെ സമർപ്പിക്കുന്നു. ഈ വായിച്ച റിപ്പോർട്ടിൽ ഒരു ഭേദഗതി ഒന്നും ഇല്ലെങ്കിൽ ഒരാൾക്ക് വേഗത്തിൽ പാസ്സാക്കി ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് പാസ്സാക്കാം, സപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് എല്ലാവരും കേട്ടല്ലോ. കഴിഞ്ഞ തവണ
പങ്കെടുത്തവരും ഉണ്ടല്ലോ ഇതില്. ഒരാൾക്ക് വേഗം പാസ്സാക്കാം. സപ്പോർട്ട് ഞാൻ ചെയ്യാം. പാസ്സാക്കി. അല്ലെങ്കിൽ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാം. സമയം പോകുന്നു. ദയവായി ഒരാൾ വേഗം സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ആർക്കും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. യൂത്ത് ആരുമില്ലെങ്കിൽ ആരെങ്കിലും ചെയ്തോ? ഞാൻ സപ്പോർട്ട് ചെയ്തു. ഓക്കെ ലത ആന്റി ആണോ? ആരെ സപ്പോർട്ട് ചെയ്തു? യൂത്ത് ആയിട്ടുള്ളവരാരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോ. ഇല്ല. ഓക്കെ, താങ്ക് യു. പാസ്സാക്കി ലത ആന്റി സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ബൈബിൾ റീഡിംഗ് ആണ്. അതിനായിട്ട് സിസ്റ്റർ ഗ്രബീണ വിജയ്. ഡിവൈസ് കാണുന്നില്ല. ആർക്കെങ്കിലും ബൈബിൾ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ. എത്തിയിട്ടില്ല. അപ്പൊ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുവാണ്. പുതുതായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതിനായിട്ട് അടുത്തത് സോളോ സോങ് ആണ്, തെലുങ്കാണ്. അതിനായിട്ട് ഇമ്മാനുവൽ ക്ഷണിച്ചോളുന്നു. സോളോ സോങ് ഇമ്മാനുവൽ. Praise the Lord, everyone. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേല ഉയരുകയില്ല എന്ന് പറഞ്ഞു ചിരിച്ചവർ. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേല ഉയരുകയില്ല എന്ന് പറഞ്ഞു ചിരിച്ചവർ. എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനും മാത്രമേ. എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനും മാത്രമേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമറ്റിരുന്നു. പൊന്നീനും ഉതകാതെ തല്ലപ്പെട്ട് കിടന്നിരുന്നു. ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമറ്റിരുന്നു. പൊന്നീനും ഉതകാതെ തല്ലപ്പെട്ട് കിടന്നിരുന്നു. കുശവനെ നിൻ കരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ. നീനു പോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. കുശവനെ നിൻ കരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ. വീണു പോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. താങ്ക് യു. താങ്ക് യു. വളരെ നല്ല രീതിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. എല്ലാം തകർന്നു പോയ നിമിഷത്തിൽ നമ്മുടെ ഒപ്പമുള്ള ദൈവത്തെ കുറിച്ചുള്ള ഒരു നല്ല മനോഹരമായ ഗാനമാണ് പ്രിയമോൻ പാടിയത്. ആദ്യമായിട്ടാണ് നമ്മുടെ യൂത്തിന്റെ മീറ്റിംഗിലേക്ക് കടന്നു വന്ന് പാട്ട് പാടിയിരിക്കുന്നത്. ഇനിയും അനേക പ്രോഗ്രാം ചെയ്യണമെന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. അടുത്തതായിട്ട്
മെമ്മറി വേർഡ്സ് ആണ്. അതിനായിട്ട് സിസ്റ്റർ ജോനെ ക്ഷണിച്ചുകൊള്ളുന്നു. മെമ്മറി വേർഡ്സ് സിസ്റ്റർ ജോന. സിസ്റ്റർ ജോനയില്ലേ? അതെ അതെ ജോനയാണ്. Lord, Psalms 91. He that dwelleth in the secret place of the Most High shall abide under the shadow of Almighty. I will serve the Lord, his refuge and fortress. My God, in him will I trust. Surely he shall deliver thee from the snare of the fowler and from the noisome pestilence. He shall cover thee with his feathers, and under his wings shall thou trust, and his truth shall be thy shield and buckler. He shall not be afraid for the terror at night, nor for the arrow that flieth by day, nor for the pestilence that walketh in darkness, nor for the destruction that wasteth at noonday. 1,000 shall fall at thy side, come nigh thee. Amen. Hallelujah. നെറ്റിന്റെ ഇഷ്യൂ കാരണം പോയിന്ന് തോന്നുന്നു. പകയൊരു ജോന ഇവിടെ ഉണ്ടോ? പോയിന്റ് തോന്നുന്നു. പറഞ്ഞെടുത്തോളം നല്ല രീതിയിൽ 91 സങ്കീർത്തനം നമ്മൾ വായിച്ചു കേട്ടു. അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. അടുത്തത് ഒരു ആക്ഷൻ സോങ് ആണ്. അതിനായിട്ട് ജസ്വിൻ ആൻഡ് ആശിഷിനെ ക്ഷണിച്ചോളൂ. ആക്ഷൻ സോങ് ജസ്വിൻ ആൻഡ് ആശിഷ്. സജ്ജു ബ്രദർ കേൾക്കാവോ? സൗണ്ട് കേൾക്കാം കേൾക്കാം. സോങ് ക്ലിയർ അല്ല സജു ബ്രദർ. സോങ് കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ല. സോങ്സ് ക്ലിയർ അല്ല, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? ഇല്ല സോങ് കേൾക്കുന്നില്ല. ആ പ്രോഗ്രാം ലാസ്റ്റ് നടത്ത്. കേൾക്കുന്നില്ല സോങ്. കേൾക്കത്തില്ല? ഇല്ല കേൾക്കുന്നില്ല? ഇല്ല സോങ്. നമുക്ക് അടുത്ത പ്രോഗ്രാമായിട്ട് നടത്താം. ഒന്ന് റെഡി ആയിക്കോ. ഒന്ന് ചെക്ക് ചെയ്ത് ഇത് ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്തേ. ഓൺ ചെയ്യടാ. ഇപ്പൊ കേക്കോ?
ഇല്ല ഇല്ല കേൾക്കത്തില്ല? ഇല്ല ഇല്ല. ഓക്കെ, ശരി. നെക്സ്റ്റ് പ്രോഗ്രാം. നെക്സ്റ്റ് പ്രോഗ്രാം നടത്തണം. ശരി. ബാക്കിയുള്ളവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഒരുപാട് പേര് മൈക്ക് ഓൺ, അതാണ് നെറ്റിന്റെ ഒക്കെ പ്രശ്നം കൊണ്ട് കേൾക്കാതെ വരുന്നത്. ഓക്കെ, അത് ലാസ്റ്റിലോട്ട് ഒന്നുകൂടെ നമുക്ക് വിളിക്കാം. ഈ പ്രോഗ്രാം ആക്ഷൻ സോങ് നമ്മൾ ആക്ഷൻ മാത്രമേ കണ്ടുള്ളൂ, സോങ് കേൾക്കുന്നില്ലായിരുന്നു. ഓക്കെ, അടുത്ത പ്രോഗ്രാം വിളിക്കുകയാണ്. അടുത്തതായിട്ട് ഇംഗ്ലീഷ് ബൈബിൾ റീഡിംഗ് സിസ്റ്റർ ജോയ്സ്. Praise the Lord. Today I'm reading Psalms 23. The Lord is my shepherd, I shall not want. He maketh me to lie down in green pastures. He leadeth me beside the still waters. He restored my soul. He leadeth me in the paths of righteousness for his name's sake. Yeah, though I walk through the valley of the shadow of death, I will fear no evil. For thou art with me, the rod and the staff, they comfort me. Thou preparest a table before me in the presence of mine enemies. Thou anointest my head with oil, my cup runneth over. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. Amen. Thank you. താങ്ക് യു സിസ്റ്റർ ജോയ്സ്. വളരെ മനോഹരമായി ബൈബിൾ റീഡിംഗ് നടത്തി. ഇനിയും അനേകം പ്രോഗ്രാം ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. അതിനായിട്ട് സിസ്റ്റർ ജിൻസിമോളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്പെഷ്യൽ പ്രോഗ്രാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിൽ കുസൃതി ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പം 10 ചോദ്യങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലായിരുന്നു. കുഴപ്പമുണ്ട്. ഓക്കെ, ചെയ്തോളൂ. ഓക്കെ. ചേച്ചി എന്തുവാ ഈ പോയിന്റ് ആരെങ്കിലും ഒന്ന് എഴുതിയെടുക്കുമായിരുന്നെങ്കിൽ. ഒന്നാമത്തെ ചോദ്യം, ബൈബിളിലെ ഒരു ചെടിയും പേരും ചെടിയുടെ പേരും നമ്മുടെ നാട്ടിലെ ഒരു മത്സ്യത്തിന്റെ പേരും ഒന്നാണ്. പേരേതാണ്? ചൂര. കറക്റ്റ് ആണ്. ആൻസർ ആരായിരുന്നു പറഞ്ഞേ? ഓക്കെ, കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ചോയ്സ്. ഓക്കെ. അടുത്ത ചോദ്യം, ബൈബിളിൽ ഒരേ പേരിൽ അറിയപ്പെടുന്ന വൃക്ഷവും ഉണ്ട്, ഒരു നദിയുടെ പേരും. ഒരു വൃക്ഷത്തിന്റെ പേരും ഒരേ പേരാ. അത് ഏതാണ്? അരളി. കറക്റ്റ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, അറുത്തു ചുടുന്നതും എന്നാൽ തിന്നാൻ കഴിയാത്തതുമായ സാധനം ബൈബിളിൽ പറയുന്നതാണ്. അറുത്തു ചുടുന്നത്. കറക്റ്റ് ആണ്. അടുത്തത് നാലാമത്തെ ചോദ്യം, മോവാബിലെ ഒരു പട്ടണത്തിന്റെ പേര്. മലയാളത്തിൽ അതൊരു ചോദ്യവും ഇംഗ്ലീഷിൽ അതൊരു ആൽഫബറ്റുമാണ്. കറക്റ്റ് ആണ്. ഹന്നാമോൾ അതൊന്നും ആദ്യം ഉത്തരം വന്നു. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ കണ്ണുള്ളത് ആർക്ക്? ജ്ഞാനികൾക്ക്. കറക്റ്റ്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, വിജാഗിരിയിലെ പോലുള്ള മനുഷ്യൻ ആരാണത്? മടിയൻ. കറക്റ്റ് ആണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, തലയിൽ ഭാരം കൂടുമ്പോൾ വർഷം തോറും ഭാരം കുറയ്ക്കും. ആര്? അബ്ശാലോം. കറക്റ്റ് ആണ്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, സൗന്ദര്യം ഉള്ളവളാണെങ്കിലും വിവേകമുണ്ട്. ആര്? അബിഗയിൽ. കറക്റ്റ് ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈബിളിൽ ഒരു ഭരണാധികാരിയുടെ പേരും കടലിന്റെ പേരും ഒന്നാണ്. കറക്റ്റ് ആണ്. ഓക്കെ, അത് ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചു. താങ്ക് യു. സ്പെഷ്യൽ പ്രോഗ്രാം അവതരിപ്പിച്ച സിസ്റ്റർ ജിൻസിമോളോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ നല്ല രീതിയിൽ ബൈബിളിൽ നിന്നുള്ള ഒരു കുസൃതി ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഞാൻ പോയിന്റ് വായിക്കാം. ജെസ്സി ആന്റി 1 പോയിന്റ്, ബീൻ ആന്റി 2 പോയിന്റ്, ഹന്നമോൾ 2 പോയിന്റ്, ഷൈല ആന്റി 4 പോയിന്റ്. താങ്ക് യു. അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. അടുത്തത് ബൈബിൾ ക്വിസ് ആണ്. അതിനായിട്ട് സ്റ്റീഫൻ പാസ്റ്റർ ക്ഷണിച്ചോളൂ. മത്തായി 16 മുതൽ 20 വരെയാണ് ക്വസ്റ്റ്യൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, ഈ ഉത്തരം പറയുന്നവർ വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് പറയണം.
കഴിഞ്ഞ പ്രാവശ്യം ഒന്നും രണ്ടും പറഞ്ഞൊരു ഈ പ്രാവശ്യം പാത്തിരുന്ന് ഒത്തിരി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കാരണം മത്സരം നമ്മൾ നോക്കാതെ പറയണം, നമ്മൾ ഓർമ്മയിൽ നിന്ന് പറയണം. അതിനുവേണ്ടിയാണ് ഓൺ ചെയ്ത് പറയാം. പിന്നെ അവതരിപ്പിക്കുന്നവർ എങ്ങനെ ഓൺ ചെയ്തില്ലല്ലോ അതിനകത്ത് പ്രശ്നമുള്ളതല്ല. കാരണം നമ്മളാണ് ഉത്തരം പറയേണ്ടത്. നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാ പറയുന്നെങ്കിൽ അത് ദൈവത്തെ കളിപ്പിക്കുകയോ ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ മാസത്തോട് ഇങ്ങനെ പോട്ടെ, അടുത്ത മാസത്തോട് കൃത്യമായിട്ട് ഓൺ ചെയ്തുകൊണ്ട് മാത്രമേ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാവുള്ളൂ. അതുപോലെ ഈ ജോലി സ്ഥലത്ത് ഡ്യൂട്ടി സ്ഥലത്തുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർക്ക് അത് ബാധകമല്ല. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ പറയുന്നവർ കൃത്യമായിട്ട് ഓൺ ചെയ്യണം. കാരണം അതിനകത്ത് വേറെ വിഷയമുണ്ട്. നിങ്ങൾ ആരാ പറഞ്ഞെന്ന് ചില സമയത്ത് അറിയാൻ വേണ്ട വരും. ഇതിന് നമുക്ക് പ്രൈസ് ഉള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത ഇത് മുതൽ ഇന്ന് മുതൽ അത് നോക്കൂ. ഞാനിപ്പോ പറയുമ്പോൾ വീഡിയോ ഓൺ ആക്കാതെ പറയുന്ന ആർക്കും പോയിന്റ് കൊടുക്കേണ്ടതില്ല കേട്ടോ. ഓക്കെ, നമ്മള് ഞാനിട്ട് പറഞ്ഞ പോലെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള അധ്യായത്തിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, രാവിലെ ആകാശം മൂടിച്ചുവന്ന് കണ്ടാൽ എന്തുണ്ടാവും? 16-ാം അധ്യായത്തിൽ നിന്ന് ചോദ്യം. രാവിലെ ആകാശം മൂടിച്ചുവന്ന് കണ്ടാൽ ആരാ പറഞ്ഞ? ശൈലാവിന്യാണോ പറഞ്ഞത്? മഴയല്ല, മഴക്കോൾ. മാർക്ക് പോയിന്റ് കൊടുത്തു. മഴക്കോൾ എന്നാ കേട്ടോ. ഇവിടെ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ, ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കമന്നു വീണു. എന്ത് കേട്ടിട്ടാണ്? അത് 17-ാം അധ്യായത്തിലാണ്. സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടിട്ടാണോ മറുരൂപമലയിലെ? എല്ലാം ശരിയാ, മറുരൂപമലയിൽ വെച്ചൊക്കെയാണ് സംഭവം. പക്ഷെ അത് ഇരിക്കുന്നവരെ പറയണം. ഏലിയാവും മോശയും സംഭാഷിക്കുന്നു കേട്ടിട്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ. ലാസ്റ്റ് പറഞ്ഞാണ് കറക്റ്റ് കേട്ടോ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ കേട്ടോ. ഒരാള് ഓരോരുത്തരെ പറയുള്ളൂ. ഈ പ്രാവശ്യം പോട്ടെ, നമ്മൾ ക്ഷമിച്ചിരിക്കുക. മാർക്ക് കൊടുത്തു. ശൈലാവിന് ഒറ്റ ഉത്തരവുള്ള ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, 17:6 ഓക്കെ, മൂന്നാമത്തെ വാക്യം, സ്വർഗരാജ്യം എന്തിനോട് സാധിച്ചു? നമ്മൾ ഈ 16 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ നിന്നുള്ള അധ്യായത്തിൽ നിന്നുള്ള ഉത്തരവാണ് പറയുന്നത്. സ്വർഗരാജ്യം പലതിനെ കുറിച്ച് സാധിച്ചായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ ഞാൻ ചോദിച്ചിരിക്കുന്നത് സ്വർഗരാജ്യം എന്തിനോട് സാദൃശ്യം? അത് 18-ാം അധ്യായത്തിൽ നിന്നാണ്. പറഞ്ഞു. വീഡിയോ ഓൺ ആക്കി പറയുന്നവർക്ക് മാർക്ക് കിട്ടും. കടുകുമണിയോടാണ്. കടുകുമണിയോട് അല്ല, ഞാൻ പറഞ്ഞ് 18-ാം അധ്യായത്തിൽ നിന്നാണ്. അത് 13 14 അറിയത്തില്ല. നോക്കിട്ട് കിട്ടുന്നില്ലേ? ഓക്കെ, ആൻസർ ഞാൻ പറയാം. തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുന്ന രാജാവിനോട് സാദൃശ്യം 18-23. ഓക്കെ, നാലാമത്തത്, യോർദാൻ അക്കരെ യഹൂദിയ ദേശത്തിന്റെ അതിരോളം ചെന്നു, വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ച് അവരെ എന്ത് ചെയ്തു? പിന്തുടർന്ന പുരുഷാരത്തെ എന്ത് ചെയ്തു? സൗഖ്യമാക്കിയ. പ്രൈസ് ദി ലോർഡ്. വീണ സിസ്റ്റർക്ക് ഒരു മാർക്ക് കൊടുത്തരും. 19-2. അടുത്ത അഞ്ചാമത്തെ, അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഏറ്റുവാങ്ങി. എന്ത് വാങ്ങി? അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് എന്ത് വാങ്ങി? 20-ാം അധ്യായം പറഞ്ഞോ. ഓരോരോ വെള്ളിക്കാശ്. ഓക്കെ, 29 ഓക്കെ, അടുത്ത 6-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ ആരുമായി വരും? കർത്താവ് പറഞ്ഞ, യേശുക്രിസ്തു ശിഷ്യന്മാർ പറഞ്ഞ കാര്യം. ദൂതന്മാരുമായി. ഓക്കെ, 16-27. ഞങ്ങളാ പറഞ്ഞ ഫസ്റ്റ്. അവരാ ശൈല. പിന്നെ അടുത്തത് 7-ാമത്തെ, അവൻ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ എന്തു ചെയ്തു? മുട്ടുകുത്തി. പ്രൈസ് ദി ലോർഡ്. 17-14 മുട്ടുകുത്തി. 8-ാമത്തത്, ഇടച്ച ഹേതുവായി ലോകത്തിന് എന്തുണ്ടാകുന്നു? അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. അയ്യോ കഷ്ടം. ഉത്തരം പറയാത്തവർക്കും അത് തന്നെ.
18-7 കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് എന്തുകൊണ്ടാണ് ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്? അതിന്റെ ഉത്തരം കർത്താവാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്? ഹൃദയകാഠിന്യ നിമിത്തം മാത്രമേ. പ്രൈസ് ദി ലോർഡ്. ചെയർപേഴ്സൺ ഒരു മാർക്ക് ഇരിക്കട്ടെ. അടുത്ത 10-ാമത്തെ, അത് 19-8 അതിന്റെ ആൻസറേ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സെബദിപുത്രന്മാരുടെ അമ്മ യേശുവിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ത്? മക്കളെ അപ്പുറത്ത് വലതുവശത്തും ഇടതുവശത്തും മക്കളെ ഇരുത്തണമെന്ന്. വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് മുഴുവൻ മാർക്കും കൊടുത്തു. സ്തോത്രം. പങ്കെടുത്ത എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച 21 മുതൽ 25 വരെയുള്ള അധ്യായത്തിൽ നിന്നാണ് മത്തായിയുടെ സുവിശേഷം. കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വരണം. സമ്മാനം ഉള്ളതാണ്, അത് ഓർത്ത് വേണം പഠിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വേദോസ്തി പല ഭാഗത്ത് ഓരോ കാര്യങ്ങൾ പറയണം. പലയിടത്തുനിന്ന് പറഞ്ഞ ഉത്തരം കിട്ടത്തില്ല. നമ്മളെ ചോദിക്കുന്ന അടുത്ത ആഴ്ച 21 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് അതിൽ നിന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരം പറയണം കേട്ടോ. ഓക്കെ. പങ്കെടുത്ത എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. താങ്ക് യു സ്റ്റീഫൻ പാസ്റ്റർ. വളരെ നല്ല രീതിയിൽ ബൈബിൾ ക്വിസ് അവതരിപ്പിച്ചു. വളരെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്ന് പോയിന്റ് വായിക്കാം. ഷൈല ആൻറ്റി 7 പോയിന്റ്, കിസ് മാസ്റ്റർ 1 പോയിന്റ്, ബീന ആൻറ്റി 1 പോയിന്റ്, എനിക്ക് 1 പോയിന്റ്. ഇതാണ് പോയിന്റ്. അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഒരു സോങ് ആണ്, ഹിന്ദി സോങ്, സിസ്റ്റർ എസ്റ്റർ. സോങ് എസ്റ്റർ. Praise Lord. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. बलहीन का सहारा, पापियों का दोस्त है तू. यीशु तू है कितना प्यारा, शब्द ना कैसे बताऊं. बलहीन का सहारा, पापियों का दोस्त है तू. यीशु तू है कितना प्यारा, शब्द ना कैसे बताऊं. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. तुझ में बना रहता अमृत फुल्लाऊं मैं. गाओ तेरे जैसा दाता, तुझ सा बन जाऊं मैं. तुझ में बना रहूं तो अमृत फुल्लाऊं मैं. गाओ तेरे जैसा दाता, तुझ सा बन जाऊं मैं. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. तू ही है जो मुझको बुलाता, देता है जीवन जल. तेरी शक्ति पाओ सदा तो योजना है सफल हो जाए. तू ही है जो मुझको बुलाता, देता है जीवन जल. तेरी शक्ति पाओ सदा तो योजना है सफलता है. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. जय जय नाम यीशु नाम गाओ मैं सुबह और शाम. आमीन.
സിസ്റ്റർ എസ്റ്റർ വളരെ നല്ല രീതിയിൽ യേശുവിന്റെ നാമത്തിൽ ഉയർത്തുന്ന ഒരു ഹിന്ദി സോങ് ആലപിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്ക് സ്തോത്രം. അടുത്തതായിട്ട് ഇനിയും കൂടുതലായി മഹത്വപ്പെടുത്താനും പാടുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത പ്രോഗ്രാം നമ്മൾ നേരത്തെ ആക്ഷൻ സോങ് നടത്തി അത് കറക്റ്റായി ചെയ്യാൻ പറ്റില്ല. മക്കളെ ഇനി ഒന്നുകൂടി വിളിക്കുകയാണ്. ആക്ഷൻ സോങ് ജസ്വിൻ ആൻഡ് ആശിഷ്. കേൾക്കുന്നുണ്ടോ? He's the answer, he's the light, and he'll light the way. His name is Jesus, and he came to save us. He is the light, 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 light of the world, and he shines, shines, shines all over the earth, shining bright, bright, bright. He is the light of the world. He is the light, 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 light of the world, and he shines, shines, shines all over the earth, shining bright, bright, bright. He is the light of the world. The world's searching for an answer, a ray of hope in a hopeless world. Who can we turn to? Where is our rescue? There is someone, he's the answer, he's the light, and he'll light the way. His name is Jesus, and he came to save us. He is the light, 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 light of the world, and he shines, shines, shines all over the earth, shining bright, bright, bright. He is the light of the world. He is the light, 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 light of the world, and he shines, shines, shines all over the earth, shining bright, bright, bright. He is the light of the world. Light, light, light of the world, and he shines, shines, shines all over the earth, shining bright, bright, bright. He is the light of the world. താങ്ക് യു ജസ്വിൻ ആൻഡ് ആശിഷ്. വളരെ മനോഹരമായി നല്ല രീതിയിൽ സൂപ്പറായിട്ട് ആക്ഷൻ സോങ് കളിച്ചു. ആദ്യമായിട്ടാണ് നമ്മുടെ യൂത്തിന്റെ മീറ്റിംഗ് ഇവരും പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നുള്ളവരാണ്. ഇനിയും ധാരാളമായി ദൈവത്തിനായി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് ഒരു ലാസ്റ്റ് പ്രോഗ്രാമാണ് തമിഴ് സോങ്. അതിനായിട്ട് സിസ്റ്റർ ബീന KG ക്ഷണിച്ചോളൂ. ഒരു ജാനറ്റ് ഒരു ആക്ഷൻ സോങ് കൂടെ ഉണ്ട്, അതുകൂടെ വിളിച്ച് അവർ റെഡിയാണ്. സിന്ധുജ ആൻഡ് ജസ്മീന വിളിച്ചോളൂ. ഓക്കെ, ആക്ഷൻ സോങ് ഇന്ദിജ ആൻഡ് ടീമിനെ ക്ഷണിച്ചോളൂ. चलो 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 जल्दी चलो 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 जल्दी चलो. ओ अक्का मेरे साथ आ, ओ अन्ना माँ अन्ना ना तो तेरा, ओ चली माँ चली मेरे साथ आ, ओ चिन्ना माँ चिन्ना ना तो तेरा. केसయ్య నామాన ఆరాధనలో కేసయ్య ఇచ్చే
हम सब जीत जाएंगे, हे हम सब जीत जाएंगे। चलो 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 जल्दी चलो, चलो 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 जल्दी चलो। अक्का मेरे साथ आ, ओ अन्ना माँ अन्ना ना तो तेरा, ओ चली माँ चली मेरे साथ आ, ओ चिन्ना माँ चिन्ना ना तो तेरा। इंसैया सन्निधिलो प्रार्थిंచగా, इंसैया వాక్యాన్ని ధ్యానించగా, इंसैया నామాన్ని కీర్తించగా, इंसैया మార్గాన జీవించగా, हम सब जीत जाएंगे, हम सब जीत जाएंगे। चलो 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 जल्दी चलो, चलो 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 जल्दी चलो। സിന്ധുജ ആൻഡ് ജോയ്സ് വളരെ നല്ല രീതിയിൽ ആക്ഷൻ സോങ് അവതരിപ്പിച്ചു. ഇനിയും ധാരാളമായി പ്രോഗ്രാം ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. അടുത്തതായിട്ട് ബീന സിസ്റ്റർ പാട്ട് പാടുന്നുണ്ടോ? സമയമുണ്ടോ? ഒരു 5 മിനിറ്റത്തേക്ക് സമയം ഇനിയും പ്രോഗ്രാം ചെയ്യാനുണ്ട്. പാടിയേക്കാം, പാടാം. ബീന കേജ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതുപോലെ യൂത്ത് വൈസ് പ്രസിഡന്റ്, ചെയർപേഴ്സൺ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഞാനൊരു തമിഴ് സോങ് ആണ് പാടുന്നത്. ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ചെയർപേഴ്സണിന് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു. ആയിരങ്ങൾ பார்த்தாலும் கோடிசனம் இருந்தாலும் உண்மை வீடு அழகு இன்னும் கண்டுபிடிக்கலையே. ஆயிரங்கள் பார்த்தாலும் கோடிசனம் இருந்தாலும் இயேசுவை போல் அழகு உன்னை கண்டுபிடிக்கலையே. நான் உங்களை மறந்த போதும் இங்க என்னை மறக்கவில்லை. நான் கீழே விழுந்து நீங்க என்னை விட்டு கொடுக்கலையே. அட மனுஷ மறந்து நீங்க என்னை மறக்கலையே. உண்மை ஆராதிப்பெண் அழகே, என்னை மன்னிக்க வந்து அழகே. உண்மை பாடு உண்மை புகழு ஒரு நாவு பட்டலையே. உண்மை ஆராதிப்பெண் அழகு, என்னை மன்னிக்க வந்து அழகே. உண்மை பாடு உண்மை புகழ ஒரு நாவு பத்தலே. காசு பணம் இல்லாமல் முகவரி இல்லாமல் தனிமையில் நாள் வழந்து நீர் மறக்கலையே. காசு பணம் இல்லாமல் முகவரி இல்லாமல் தனிமையில் நாள் வழந்தது நீ மறக்கலையே. நான் உடைஞ்சு போய் கிடந்து, நான் ஒருக்கப்பட்டு கிடந்து, என்னை ஒட்டி சேர்க்க நீ வந்தது நான் மறக்கலையே. என் கண்ணீரெல்லாம் துடைச்சு விட்டது நான் மறக்கலையே. உன்னை ஆராதிப்பெண் அழகு, என்னை மன்னிக்க வந்து அழகே. உண்மை பாடு உண்மை புகழு ஒரு நாவு பத்தலையே. உன்னை ஆராதிப்பெண் அழகே, உன்னை மன்னிக்க வந்து அழகே. உன்னை பாடு உன்னை புகழு ஒரு நாவு பத்தலையே. ஆயிரங்கள் பார்த்தாலும் கோடிசனம் இருந்தாலும் உண்மை வீடு அழகு உன்னை கண்டுபிடிக்கலையே. ஆயிரங்கள் பார்த்தாலும் கோடிசனம் இருந்தாலும் இயேசுவை அழகு உன்னை கண்டுபிடிக்கலையே. இயேசுவை
പലഴക് കണ്ടുപിടിക്കലേ, യേശു പലഴക് കണ്ടുപിടിക്കലേ, യേശു പലഴക് കണ്ടുപിടിക്കലേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വീണ സിസ്റ്റർ. വളരെ മനോഹരമായ രീതിയിൽ തമിഴ് സോങ് നമുക്ക് എല്ലാവർക്കും കേൾക്കുവാൻ സാധിച്ചു. ഇനിയും ദൈവത്തിനായി പാടി സ്തുതിക്കാൻ ദൈവം അവസരം ഒരുക്കട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിന് കമ്മിറ്റി മെമ്പേഴ്സിലേക്ക് വിളിക്കാനായിട്ട് ആരും കാണുന്നില്ല. അപ്പൊ ഞാൻ തന്നെ എല്ലാവരോടും നന്ദി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ അതിമനോഹരമായി നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് നടത്തുവാൻ കൃപ നൽകിയ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് തന്നെ ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ യൂത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ ജേക്കബ് പാസ്റ്ററോടുള്ള നന്ദിയെ അറിയിക്കുന്നു. വെൽക്കം സ്പീച്ചും എല്ലാം പറയാനിടയായി സാധിച്ചു. അതിനോട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ യൂത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ ബീന കേജിയോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ മിനിസ്ട്രിയുടെ ഫൗണ്ടറും ചെയർമാനുമായിരിക്കുന്ന തോമസ് അങ്കിൾ അവർക്കും നന്ദി അറിയിക്കുന്നു. ട്രിനിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന സണ്ണി മത്തായി പാസ്റ്ററോടും ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സണ്ണി മത്തായി പാസ്റ്ററോടും ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ജോസഫ് ചാക്കോ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റെല്ലാ പാസ്റ്റേഴ്സ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുതിർന്നവർക്കും ആന്റിമാര് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് പ്രോഗ്രാം എല്ലാം അവതരിപ്പിച്ച വളരെ മനോഹരമായ രീതിയിൽ തന്നെ എല്ലാവരും അവതരിപ്പിച്ചു. അവരോടുള്ള കുഞ്ഞുങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ അവസാനിപ്പിക്കാം. അതിനായിട്ട് പാസ്റ്റർ സജു തങ്കച്ചിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സജു ബ്രദർ. പ്രാർത്ഥന ആശീർവാദം പാസ്റ്റർ സജു തങ്കച്ചൻ. സജു ബ്രദർ ഓൺലൈനിൽ ഇല്ല. ഇല്ലെങ്കിൽ ടി കെ ജോസ് പാസ്റ്റർ ഉണ്ടല്ലേ? ഓക്കെ, പ്രാർത്ഥനയ്ക്കായിട്ട് ടി കെ ജോസ് പാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥന ആശീർവാദം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. മൗതത്തിലെ പ്രത്യാശയായ ദൈവമേശ്വരിക്ക് നല്ല രാജാവേ, മനോഹരമായ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ ട്രിനിറ്റി പ്രയർ മിനിസ്ട്രിയുടെ യേശു പ്ലാറ്റ്ഫോമിൽ മനോഹരമായ കർത്താവ് ഒരു യൂത്ത് മീറ്റിംഗിലൂടെ കൂടുവാൻ സ്വർഗത്തിലെ പിതാവിടുന്ന് സഹായിച്ചുവല്ലോ. അതിമനോഹരമായി കർത്താവ് പ്രോഗ്രാമുകൾ ലീഡ് ചെയ്തതായ പ്രിയമുള്ള ഏവരെയും ദൈവകാര്യങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ ചെയർമാനെ ഓർക്കുന്ന കുടുംബമായ സ്വർഗത്തിലെ പിതാവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പ്രിയമുള്ള മുഖാന്തരം യേശുവും പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി ദൈവത്തെ ആത്മാവിലും ശ്രദ്ധയിലും ആരാധിപ്പാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ലോകരാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവമേ ഇപ്രകാരം ഒരു മുഖാന്തരം ഒരുക്കുന്നതായ ആ വലിയ നന്മയെ ഓർത്തുകൊണ്ട് ദൈവത്തിലേക്ക് കൂടി വാഴ്ത്തിയാണ് സ്തുതിക്കുകയാണ്. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്തതായ പ്രിയ ഭദ്രദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്തതായ പ്രിയ പൈതലിനെ ജാനറ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, മറ്റ് എല്ലാ ബീന സിസ്റ്ററെ ഓർക്കുന്നു. ഇതിന്റെ അവതാരകന്മാരായ ഓരോ പ്രിയമുള്ളവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റി മെമ്പേഴ്സുകളെ ഓർക്കുന്നു. പ്രത്യേക ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. എണ്ണമില്ലാത്തതായ നന്മകൾ കൊണ്ട് കർത്താവ് നിറച്ചാട്ടെ. കർത്താവെ, അനേകര് കർത്താവെ ആത്മീയ സന്തോഷങ്ങളെ അനുഭവിച്ച് ഈ കാലയളവുകളിൽ സന്തോഷം അനുഭവിപ്പാൻ കർത്താവെ ഈ ട്രിനിറ്റി TIP മീറ്റിംഗ് ഗ്രൂപ്പിനൊരു മുഖാന്തരമായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അനേക യുവജനങ്ങൾ, അനേക പ്രിയപ്പെട്ടവർ കർത്താവെ ദിവസങ്ങൾ കർത്താവെ ഈ മീറ്റിങ്ങുകളിലൂടെ പങ്കെടുപ്പാൻ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണം. അനേകർ മറഞ്ഞും ഒളിഞ്ഞും കർത്താവ് എള്ളിയ ഇതെന്തെന്ന് കർത്താവ് അനേകർ നോക്കുമ്പോൾ ആമേൻ ജീവന്റെ പ്രമാണമായ ജീവന്റെ ദാതാവായ യേശുവിനെ സ്വന്തം രക്ഷിതാവിൽ സ്വീകരിച്ചുകൊണ്ട് അനേകര് ഈ മാർഗത്തിലേക്ക് കടന്നു വന്ന് അവന്റെ നാമത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണം. അവനെ യൗവനക്കാരുടെ വീഴുമ്പോൾ അനേകർ ബാലിക്കാർ തളർന്നു പോകുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവരെ ശക്തി പുതുക്കുമെന്ന് അപ്പന്റെ വചനമാകെ ഈ കാലയളവുകൾ ഞങ്ങളുടെ തലമുറകളെ കർത്താവെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്.
ദൈവം ഈ ദിവസങ്ങളിൽ പൂർണ്ണമായി മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പാൻ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണം. ഒരിക്കൽ കൂടി കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രോഗ്രാം ചെയ്തതായ എല്ലാ കുഞ്ഞുങ്ങളെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. നല്ല ആക്ഷൻ സോങ്ങിനായി, നല്ല സംഗീതത്തിനായി ഒക്കെ ദൈവകാര്യങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തെ അനുഗ്രഹിക്കണം. സമസ്തവും ദൈവപാതയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സകല മാനവമുഖത്തുവിന്റെ യേശുവിനായി പ്രാർത്ഥന കേട്ടതിൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും സംരക്ഷണവും TIP പ്രയർ മിനിസ്ട്രിയോടും കർത്താവിന്റെ പ്രവർത്തനങ്ങളോടും ഇതിലെ കർത്താവ് പാർട്ടിസിപ്പായതായ എല്ലാ പ്രിയമുള്ളവരോടും, പ്രത്യേകം ഞങ്ങളുടെ ചെയർമാൻ കുടുംബം, മറ്റ് എല്ലാ ഓഫീസിനോടും കർത്താവിന്റെ മുഖത്തെ പ്രസിദ്ധ വരുന്ന മുതൽ എന്നേക്കും മാറാത്ത കൃപയുണ്ടാക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രിയിൽ ജയനന്ദ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ. എനിക്കിങ്ങനെ ഒരു സാവകാശം തന്നത്, ഞാനിപ്പോൾ വൈഫുമായിട്ട് ഹോസ്പിറ്റലിലാണ്. അതാണ് വീഡിയോ ഓണാക്കാതെ പ്രാർത്ഥിച്ചത്. വൈഫിന്റെ അമ്മ അല്പം സീരിയസ് സ്റ്റേജിൽ കടന്നു പോകുന്നു. പ്രിയമുള്ളവൾ അവിടെയാണ്. പ്രത്യേകാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വാത്സല്യ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ജോസ് പാസ്റ്റർ. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിൽ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുവാനായിട്ട് യൂത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ പാസ്റ്റർ ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും ലീവായി പോയി എങ്കിലും നാളെ രാവിലെ നമുക്കൊരു പ്രാർത്ഥനയുണ്ട് 10 മുതൽ 12 വരെ സൂമിനകത്ത്. എല്ലാ ദൈവമക്കളും അതിൽ പങ്കെടുക്കണം. സമയം കിട്ടുന്നവർ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും ഇതിന് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലീഡ് ചെയ്ത സിസ്റ്ററിനെയും എല്ലാവരും ഇതിന് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകളൊന്നും നമ്മൾ മുടക്കരുത്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്, അതിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയുടെ കാര്യത്തിനും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും വേണ്ടിയാണ് പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 10 മുതൽ 12 വരെ എല്ലാവരും കൃത്യമായി പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ഇന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ജാനറ്റ്. ഇന്ന് പുതിയ ഒത്തിരിയും കുട്ടികൾ ഇന്ന് പങ്കെടുക്കുവാനിടയായി. പ്രോഗ്രാം ചെയ്ത എല്ലാവരും തന്നെ പുതിയ അവർക്ക് ഒരു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പറഞ്ഞപ്പോൾ തന്നെ അവർ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് പുതിയ ചെയ്ത എല്ലാ ജോയ്സിന്, അതുപോലെ തന്നെ എസ്തേറിന്, ഇമ്മാനുവലിന്, സിന്ധുജ, ജസ്വിൻ, ആശിഷ്, ജസ്വിന, എല്ലാവർക്കും ഈ യൂത്ത് ട്രിനിറ്റി യൂത്തിന്റെ പേരിൽ വൈസ് പ്രസിഡന്റിന്റെയും അതുപോലെ സെക്രട്ടറിയുടെയും മറ്റെല്ലാ ഭാരവാഹികളുടെയും കമ്മിറ്റി മെമ്പേഴ്സിന്റെയും എല്ലാവരുടെയും പേരിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് ന്യൂ മെമ്പേഴ്സ്. ഇനിയും അനവധി പ്രോഗ്രാമുകളുമായി നിങ്ങൾ കടന്നു വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാനുണ്ടോ പാസ്റ്ററെ? ഒരു 2 മിനിറ്റ് കൂടെ ഉണ്ട് പാസ്റ്ററെ. ഇല്ല, ഒന്നും പറയാനില്ല. ലീവായി ഇറങ്ങാം. കുട്ടികളെ പങ്കെടുക്കുമ്പോൾ അവരുടെ കൂടെ കാണികളായിട്ടും കൂടെ കൂട്ടുകാരെ ഒക്കെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. പാസ്റ്ററെ ഓക്കെ. സജിബറിനോട് പ്രത്യേകം നന്ദിയുണ്ട്. നാളെ രാവിലെ പ്രാർത്ഥനയ്ക്ക് കയറണം. ബ്രദർ അവിടെ ഉണ്ടായിരുന്നു, എന്തോ ഫോൺ വന്ന് പുറത്തേക്ക് പോയി. ഓക്കെ, സാരമില്ല, പറഞ്ഞാൽ മതി. ഓക്കെ, ഓക്കെ, ലീവായി ഇറങ്ങാം. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.